ദില്ലി നിയമസഭാ പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. കൂറ്റൻ റാലികളുമായി പാർട്ടികൾ ശക്തിപ്രകടനം നടത്തും. അവസാന വോട്ടും ലക്ഷ്യമിട്ട് മുതിർന്ന നേതാക്കൾ തന്നെയാണ് പ്രചരണത്തിലുള്ളത്. ബജറ്റ് ദില്ലിക്കുള്ള സമ്മാനമെന്ന BJP പരസ്യം വിവാദത്തിലായിരിക്കുകയാണ്. പി. സുനിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പി. സുനിൽ, ഒട്ടേറെ പ്രചരണ തന്ത്രങ്ങൾ പരീക്ഷിച്ചു BJP. ഇന്നിപ്പോൾ BJP ഒടുവിൽ ഈ ബഡ്ജറ്റ് ഡൽഹിക്കുള്ള സമ്മാനം എന്നുള്ള ഒരു ക്യാമ്പയിൻ, ആ പരസ്യം ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണോ? ഇന്നിപ്പോൾ പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ ആർക്കാണ് നേരിയ മുൻതൂക്കമുള്ളത് പ്രചരണത്തിലെങ്കിലും? പി. സുനിൽ. അരുൺ, തീർച്ചയായും ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്കും BJPക്കും ഇടയിൽ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ പൊതു ബജറ്റിൽ ആദായ നികുതി ഇളവൊക്കെ പ്രഖ്യാപിച്ചത് ദില്ലിക്ക് വേണ്ടിയാണ് എന്ന തരത്തിൽ BJPയുടെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. ഇത് വലിയ വിവാദമായിട്ടുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെ തന്നെ പരാതി നൽകാൻ നീക്കം ആരംഭിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ദില്ലിയിൽ നടത്തിയ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ആദായ നികുതി ഇളവൊക്കെ തന്നെ ദില്ലിക്കുള്ള സമ്മാനം എന്ന തരത്തിലൊക്കെയാണ് ഇന്നലെ പ്രസംഗിച്ചത്. അപ്പോൾ ഇത് വലിയ വിവാദ വിഷയമായി ഈ പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിവസത്തിൽ മാറുകയാണ്. അതായാലും ശീഷ് മഹൽ വിവാദത്തിൽ തുടങ്ങി, അതുപോലെ തന്നെ യമുന വിഷം കലർത്തൽ വിവാദവുമൊക്കെയായി ദില്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗം സംഭവബഹുലമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അരവിന്ദ് കെജ്രിവാൾ നിരവധി തവണ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരവിന്ദ് കെജ്രിവാളിനോട് ഈ ദില്ലിയിൽ യമുനയിൽ വിഷം കലർത്തിയത് ആരാണ്, അതിന്റെ രേഖകൾ നൽകൂ എന്നൊക്കെ ആവശ്യപ്പെടുന്ന വലിയ നാടകീയ കാഴ്ചകളൊക്കെ തന്നെ പ്രചരണ രംഗത്ത് കണ്ടതാണ്. ഏതായാലും ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് ദില്ലി നീങ്ങുമ്പോൾ തീർച്ചയായും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത് ആം ആദ്മി പാർട്ടിക്കിടയിലും BJPക്കും ഇടയിൽ തന്നെയാണ്. കോൺഗ്രസും മത്സര രംഗത്തുണ്ടെങ്കിൽ പോലും വലിയൊരു സ്വാധീനം കോൺഗ്രസിന് ദില്ലിയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഒരുപക്ഷെ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയേക്കും, കുറച്ച് വോട്ട് ശതമാനം കൂട്ടിയേക്കും. ചില സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 62 സീറ്റിന്റെ വലിയ വിജയമാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ നേടിയത്. BJPക്ക് ആകെ 8 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഏതായാലും ഇത്തവണ BJP വലിയ തോതിൽ ദില്ലിയിൽ സീറ്റുകൾ ഉയർത്തും എന്ന പ്രതീക്ഷ തന്നെയാണ്. ഒരുപക്ഷെ ഭരണത്തിലെത്തും എന്നൊരു ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും പ്രചരണ രംഗത്ത് 2 പാർട്ടികളും, അത് ആം ആദ്മി പാർട്ടി ആയാലും BJP ആയാലും ഏറെ മുന്നിലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ദില്ലിയിൽ BJPയുടെ പ്രചരണം മുന്നോട്ട് പോയത്. അമിത്ഷായും നിരവധി റാലികളിൽ പങ്കെടുത്തിരുന്നു. കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും നിരവധി റാലികൾ നടത്തി. ഇന്നലെ യമുനയിലെ വെള്ളം ഒരു ബോട്ടിലിൽ കൊണ്ടുവന്ന് കാണിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ദില്ലിയിലെ പ്രചരണം കണ്ടത്. അരവിന്ദ് കെജ്രിവാൾ തന്നെ മുന്നിൽ നിന്ന് ദില്ലിയിലെ ആം ആദ്മി പാർട്ടിയുടെ പ്രചരണം നയിക്കുന്ന ഒരു കാഴ്ചയും ഒക്കെ തന്നെയായിരുന്നു. ഏതായാലും 5-ാം തീയതിയാണ് ദില്ലിയിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി ഭരണം തന്നെ തുടരുമോ, അതോ ദില്ലിയിൽ ഭരണമാറ്റമുണ്ടാകുമോ? BJP പ്രതീക്ഷിക്കുന്നത് പോലെ 28 വർഷത്തിന് ശേഷം ദില്ലിയിൽ അധികാരത്തിൽ വരാൻ BJPക്ക് സാധിക്കുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് 8-ാം തീയതി വരെ കാത്തിരിക്കാം. ഏതായാലും ഇന്ന് കൊട്ടിക്കലാശത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ദില്ലിയിൽ റോഡ് ഷോയും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പി. സുനിലാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ദില്ലി ദംഗൽ ഫെബ്രുവരി 5-ാം തീയതി ദില്ലി പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. 3ാമത് ഊഴം ലക്ഷ്യമിട്ടാണ് ആം ആദ്മി പാർട്ടി ഇറങ്ങുന്നത്. BJP എന്ത് വില കൊടുത്തും ഭരണം തിരിക്കുപിടിക്കുമെന്ന നിശ്ചയദാർഢ്യത്തിലുമാണ്. കോൺഗ്രസ് അതിനിടയിൽ ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം.